ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന ബി.ജെ.പി. വനിതാ നേതാവിന്റെ പരാതിയിൽ യൂട്യൂബർ അറസ്റ്റിൽ. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ യൂട്യൂബർ സുബൈർ ബാപ്പുവാണ് അറസ്റ്റിലായത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്ത് ചേരുന്നുണ്ട്. വിപിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, യൂട്യൂബർക്കെതിരെ ബി.ജെ.പി. വനിതാ നേതാവിന്റെ പരാതി പോലീസിലെത്തുന്നത് ഇന്നലെയാണ്. ഇന്നലെ തന്നെ പോലീസ് ഈ പരാതി പരിശോധിക്കുകയും അതിൽ കേസ് എടുക്കുകയുമായിരുന്നു. ഈ മാസം 10-ാം തീയതിയാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം. ഈ വനിതാ നേതാവ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് 10-ാം തീയതി വൈകിട്ട് ഈ പ്രതി യൂട്യൂബർമാരെ എത്ര എണ്ണത്തിനെ പിടിച്ചു. മറ്റേ സായിദലിയോ അങ്ങനെ ഒരാൾ, പിന്നെ തൃക്കണ്ണൻ, ഈ പുള്ളി. പക്ഷേ ഈ പുള്ളിയുടെ സംബന്ധിച്ചാണ് പുള്ളി തന്നെ വിശദീകരിച്ച് പുള്ളിയുടെ ചാനൽ തന്നെ വീഡിയോ ഇട്ടാറുണ്ട്. കാരണം ഒരു വനിതാ നേതാവിനെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത്ര വിശ്വസനീയമല്ല. കാരണം നമ്മളൊരു പ്രത്യേകിച്ച് CPM നേതാക്കന്മാർ, CPM അല്ലെങ്കിൽ BJP ഇങ്ങനത്തുള്ള ആൾക്കാരെ കയറി നമ്മൾ ചെറു വിളിക്കാനോ ചീത്ത പറയാനോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ ചുമ്മാ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ട്. നല്ല കൈപ്പിക്ക് കിട്ടിത്തരും. അത് വനിതയെന്നില്ല, പുരുഷ നേതാവെന്നില്ല. പക്ഷെ ഇങ്ങേർക്കൊന്നും അങ്ങനെ കിട്ടില്ല. ഇങ്ങനെ അപ്പച്ചാടി പിടിച്ചോണ്ട് പോവുകയാണ് ചെയ്തത്. ഇയാളാണെങ്കിൽ അങ്ങനെയൊന്നും കയറി നോക്കാൻ പോലും ധൈര്യപ്പെടില്ല. അപ്പോൾ ഇതിലെന്തോ ഒരു കള്ളപ്പരാതി പോലെയാണ് തോന്നുന്നത്. ഇദ്ദേഹം വിശദീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ ചാനലിലിട്ടുണ്ട്. എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു വാർത്താ ചാനൽ പോലെ ചെറിയ ചാനലാണ്. ആ ഒരു സാധനം സക്രിയയുടെ പോലെ. ആ ചാനൽ കണ്ടിട്ട് എന്തെങ്കിലും സത്യം വെളിപ്പെടുത്തി അത് തങ്ങൾക്ക് പായയാകുമെന്ന് ഓർത്തുകൊണ്ട് മനസ്സിലാക്കി ഇദ്ദേഹത്തെ മനഃപൂർവ്വം കുടിക്കുകയാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. കാരണം പുള്ളി അത് വിശദീകരിച്ച് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. വിശദീകരിച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. നല്ല ആൾക്കാർ പിടിച്ച് പോലീസ് സ്റ്റേഷനിലൊന്നും കൊണ്ടുപോകില്ല, നല്ല കൈകാര്യം ചെയ്ത് വിടും. പക്ഷേ ഇതിലെന്തോ എൻ്റെ ഒരു തോന്നുന്നത് ഇതിലെന്തോ ഒരു കള്ളപ്പരാതി ഉണ്ട്. മിക്കതും ഒരു കള്ളപ്പരാതിയൊക്കെയാണ് കൊടുക്കുന്നത്. കയറി വന്ന് പിടിക്കുന്നത്. അയാൾ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കാരണം ഇയാളെ ഈ സമൂഹത്തിനെതിരെ, ഇയാളുടെ ചാനലൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു. ഇയാളെന്തോ സമൂഹത്തിൽ വരുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ, മോശം വിശ്വാസത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ചാനലാണ്. അങ്ങനെയുള്ള ഒരാൾ BJP നേതാവിനെ കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു വ്യാജം പോലെയാണ് തോന്നുന്നത്. കാരണം അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ, പെട്ടെന്ന് വലിയ പാർട്ടിക്കാരുടെ നേതാക്കന്മാർ നമ്മളൊക്കെ ചീത്ത പറഞ്ഞാൽ നമ്മൾ കയറി. അങ്ങനെയുള്ള ഒരാളെ ഒരു പോലീസ് പരാതി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും വ്യാജ കളി ഉണ്ടാകും.